ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുഞ്ഞ് SMPs ആണ്. ഇതുപോലത്തെ ക്ലാസ് ഡി ആമ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് SMPs ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ചൈനീസ് ഐറ്റമാണ്. ചൈനീസ് ഐറ്റം ആണെങ്കിലും ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടിപൊളി ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളാണ്, നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ് ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ കാണുന്നത്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിട്ടൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC 100 to 240 വോൾട്ട് 50-60 ഹെർട്സ് കൊടുക്കാമെന്നുള്ളതാണ്. 0.27 ആംപിയർ. DC ഔട്ട്പുട്ട് 24 വോൾട്ട് 5 ആംപിയറാണ് നമുക്ക് വരുന്നത്. ഔട്ട്പുട്ട് പവർ 200 വാട്ട് മാക്സിമം എന്നാണ്. മാക്സിമമാണ് പറയുന്നത്. 150 വാട്ട്സാണ് ഇത് വരുന്നത്. അതായത് 5 ആംപിയർ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. നല്ല ഒരു പ്രോഡക്റ്റാണ്. കാര്യം നമുക്ക് ഈ 5 ആംപിയർ എന്ന് പറയുമ്പോൾ ക്ലാസ് ഡി ബോർഡിനെ സംബന്ധിച്ച് ഇത്രയും ചെറിയ ഈ ഒരു ബോർഡ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. TPA 3116 എന്ന് പറയുന്ന ഒരു ബോർഡ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബോർഡ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ സബ് വൂഫറിൻ്റെ ബോർഡൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ഒരു 10 ആംപിയറോ 8 ആംപിയറോ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം ഈ പറയുന്ന ക്ലാസ് ഡി ഇത്രയും ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആംപിയർ വേണം എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് AB പോലെ തന്നെയാണ്. നല്ല രീതിയിലുള്ള ആംപിയർ കിട്ടിയാൽ മാത്രമായിരിക്കും ബാസും ഒക്കെ നല്ല രീതിയിൽ സ്പീക്കറിൻ്റെ സൈഡിൽ നിന്നാലും ഊഫറിൻ്റെ സൈഡിൽ നിന്നാലും ബാസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പതർച്ചയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് സാധനം ഇത്രയൊക്കെ ഉള്ളൂ, കുഞ്ഞാണെങ്കിലും ഇതിന് കറക്റ്റായിട്ട് ആംപിയർ കിട്ടിയാൽ മാത്രമായിരിക്കും ഇത് വർക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഇത് 5 ആംപിയറാണ്. ഈ 5 ആംപിയറിന് ഇതുപോലത്തെ ഈ ഒരു സ്റ്റീരിയോ ബോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വലിയ കുഴപ്പമില്ലാതെ. എന്നാലും 5 ആംപിയറിൽ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ വേണ്ടി വരും എന്നുള്ളതാണ്. എന്നാലും നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ തന്നെ 7 ആംപിയർ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും ഇടാം. ഇതിൻ്റെ തന്നെ 7 ആംപിയർ കിട്ടുന്നുണ്ട്. 24 വോൾട്ട് എന്നുള്ളത് 12 വോൾട്ടും കൂടെ ഔട്ട്പുട്ട് വരുന്ന സാധനമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം. അവരെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൊറിയറായിട്ട് അവർ അയച്ച് തരുന്നതാണ്. ഇതിനകത്ത് വരുമ്പോൾ AC സപ്ലൈ കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ലൈൻ കൊടുക്കാനുള്ളത്. ലൈവ്, ന്യൂട്രൽ, ഇത് എർത്താണ്. ഇത് എർത്ത് നമ്മൾ മസ്റ്റാർഡ് കൊടുക്കണം. ഇപ്പോൾ മെറ്റൽ ക്യാബിനറ്റിലേക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റാർഡ് നമ്മൾ എർത്ത് കണക്ഷനുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്കിത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് ലോങ്ങിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനകത്ത് 24 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 24 വോൾട്ടും കറക്റ്റാണ് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഇപ്പോൾ ചെക്ക് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. കാര്യം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 24 വോൾട്ട് പക്കയായിട്ട് 24 വോൾട്ട് SMPs ആയതുകൊണ്ട് തന്നെ 5 ആംപിയർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ വോൾട്ടേജ് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ 24 വോൾട്ട് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. കാര്യം ഇത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ 100 വോൾട്ട് തൊട്ടാണ് വർക്ക് ചെയ്യുന്നത്. 100 വോൾട്ട് തൊട്ട് 240 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് കുറഞ്ഞ ഏരിയയിലും ഈ പറയുന്ന 100 വോൾട്ടിൽ പോലും നമുക്ക് ഇതിനകത്തുനിന്ന് 24 വോൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ ഇതുപോലത്തെ SMPസിൻ്റെയൊക്കെ പ്രത്യേകതയായിട്ട് ഉള്ളത്. പിന്നെ ഈ ക്ലാസ് ഡി ആമ്പൊക്കെ വളരെ ഈസി ആയിട്ട് നോയ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കുറേ പേര് ഇത് LED ഡ്രൈവറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് LED ഡ്രൈവറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പൊതുവെ ഇതൊരു LED ഡ്രൈവർ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു LED ഡ്രൈവർ തന്നെയാണ്. 24 വോൾട്ടിലോ 12 വോൾട്ടിലോ ഒക്കെ ഇറങ്ങുന്ന LED ഡ്രൈവർ തന്നെയാണ്. പിന്നെ പവർ സപ്ലൈ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഈ ക്ലാസ് ഡി ആമ്പിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ലാപ്ടോപ്പിൻ്റെ ചാർജേഴ്സാണ്. പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ 3 ആംപിയറോ 4 ആംപിയറോ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഇപ്പം ഞാനെന്താണ്ട് ഈ ഒരു ക്ലാസ് ഡിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് 4 ആംപിയറിൻ്റെ 4.8 ആംപിയറിൻ്റെ ഒരു ലാപ്ടോപ്പ് ചാർജറാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് കൊടുത്തു നോക്കിയതാണ്. ഇതിനകത്ത് നോയ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ പൊതുവെ ഈ ഒരു സാധനത്തിന് ഒട്ടും നോയ്സ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു നോയ്സ് ഇഷ്യൂ വരുന്നതല്ല അത്. പിന്നെ ഈ പറഞ്ഞാൽ ഈ സാധനം ഇതിന് മുമ്പേ ഞാനൊരു 3.5 വർഷം മുമ്പേയൊക്കെ ഇത് വെച്ച് ഞാൻ ക്ലാസ് ഡി ആമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴും വർക്കിംഗ് ആണ്. അത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ തന്നെ നിൽക്കുന്നുമുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിശ്വസിച്ച് വാങ്ങാം, ധൈര്യമായിട്ട് ഇതുപോലത്തെ ക്ലാസ് ഡി ആമ്പിൾ ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഒരു സ്റ്റീരിയോ ബോർഡാണ്. ഈ സ്റ്റീരിയോ ബോർഡിന് 5 ആമ്പിയർ മതിയാവും, കൂടുതൽ വേണം എന്നാലും മതിയാവും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിനായി കുറച്ചും കൂടെ ആമ്പിയർ കൂടിയത് പിന്നെ 7 ആമ്പിയറിൻ്റെ 7 ആമ്പിയറിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഈ സാധനം. 10 ആമ്പിയറിൻ്റെ വരുന്നുണ്ട്. അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ് വൂഫറിൻ്റെ ആമ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. 24 വോൾട്ട് സബ് വൂഫറിൻ്റെ ആമ്പിന് വേണ്ടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ സബിൻ്റെ ബോർഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇതുപോലത്തെ സബ് ആമ്പിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ സബ് ആമ്പൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ സാധനം 24 വോൾട്ടിൻ്റെ ഒരു 10 ആമ്പിയർ അല്ലെങ്കിൽ 7 ആമ്പിയർ ഒക്കെ വരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് ഞാൻ വളരെ ഈസി ആയിട്ട് ഈ ഒരു ബോർഡ് വർക്കാവും. 12 ഇഞ്ച് സബ് വൂഫറൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ഇഷ്യൂ ഇല്ലാതെ, പതർച്ചയോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ഓക്കൽ വരുന്ന രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രാൻഡഡ് ആക്റ്റീവ് സബ് വൂഫറിൽ പോലും ചെറിയൊരു രീതിയിൽ ഓക്കൽ വരുന്നുണ്ട്. ഓക്കൽ വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ സമീപിക്കാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ SMBs എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ഓവർ വോൾട്ടേജ്, ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പോകുന്ന ലൈന് നമുക്ക് എന്തെങ്കിലും ബോർഡ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് ആവുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഇത് പ്രൊട്ടക്ഷൻ മോഡിൽ നിൽക്കുക. SMBs അങ്ങനെയാണ്. ഇപ്പം ഐനിക് ഓഡിയോയുടെ SMBs ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കാവുന്ന സമയത്ത് അതിൻ്റെ ഈ പറയുന്ന ഔട്ട്പുട്ട് സൈഡ് 70/70 അത് പിടിച്ച് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ സാധനം പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 750-800 രൂപയ്ക്കകത്തുള്ള പ്രൈസ് ആയിരിക്കും വരുന്നത്. അത്രയും തന്നെ വരുള്ളൂ, അതിൻ്റെ കൂടുതലൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വില കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ ചേട്ടന്മാർക്കും ബൈ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ.